പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് വഴി ഞാൻ ജസ്റ്റ് ഇത് ഒരു ChatGPT റെഫർ ചെയ്തോ അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ പറയുന്ന പോലത്തെ ഒരു കണ്ടന്റ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ അല്ല. നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്താൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവും. റീസൺ, ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ആ റിസൾട്ട് കണ്ട ഒരാളാണ്. ആക്ച്വലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിലേക്കൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻസ് ഉണ്ടാവും. ഇത് കയറുമോ, ഇത് തലയിൽ കയറുമോ എന്നൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തതെന്നും നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്, നമ്മൾ ലേൺ ചെയ്യുന്ന സാധനം ടീച്ചിങ് ചെയ്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. എക്സാക്ട്ലി അത് വർക്കിംഗ് ആണോ? ഒരുപാട് ഫെയ്മാൻ ടെക്നിക് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ആക്ച്വലി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഫെയ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം വളരെ കോംപ്ലക്സ് ആയ ഒരുപാട് കണ്ടന്റ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെ. അതായത് എങ്ങനെയാ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് ചെയ്ത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മെത്തേഡ്. സോ ആക്ച്വലി ഇതെങ്ങനെ നമുക്ക് വർക്കാക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ ബ്രെയിൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, നമ്മളൊരു കാര്യം പഠിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എക്സാക്ട്ലി ഇത് ഒരുപാട് പേർക്ക് റിലേറ്റ് ആവും. നമ്മളൊരു കാര്യം പഠിച്ചു, അപ്പൊ ഈ പഠിച്ച സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ തന്നെ മേ ബി സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മളെ ബ്രെയിൻ വിചാരിക്കും. ഫസ്റ്റ് തന്നെ നമ്മളെ ബ്രെയിനിലേക്ക് ഇത് കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അത് ഓക്കെ ആണെന്ന്. മേ ബി കുറെ സമയം കഴിഞ്ഞിട്ട് എക്സാമിന്റെ ഒരു സമയത്തൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ, ഇതിനിപ്പോ പഠിക്കണം എന്നുള്ളൊരു കേസ് വരും. അതിനുശേഷം നിങ്ങൾ എക്സാം ഹാളിൽ പോയി എക്സാം ഹാളിൽ ഇരിക്കുന്നു, ആ സെയിം ക്വസ്റ്റ്യൻ വരുമ്പോൾ മേ ബി നിങ്ങൾ സ്റ്റക്ക് ആവും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ആക്ച്വലി അത് ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല. നിങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല, നിങ്ങളെ ബ്രെയിൻ അവിടെ എന്താക്കിയതാണ്, ഫേക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ് എന്നുള്ള ഈ ഫേക്ക് ചെയ്തതാണ്. സോ അത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഈ ഫെയ്മാൻ ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ് മെത്തേഡിലൂടെ. ടീച്ചിങ് മെത്തേഡ് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് മാക്സിമം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം മാത്രം എടുത്ത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം അതിന്റെ ആൻസർ നോക്കുന്നു, നമ്മൾ നോക്കുന്നു, ജസ്റ്റ് വായിക്കുന്നു, അപ്പം നോക്കുന്നു, മേ ബി കിട്ടിയേക്കാം. പക്ഷെ നിങ്ങളൊരു കോൺസെപ്റ്റ് എടുത്ത് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് വരുന്നത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതിലൂടെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ബയോളജിയിൽ ഒരു ടോപ്പിക്, അപ്പം ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ വളരെ ഒരു ഹെക്ടിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കാം. നിങ്ങൾ പഠിച്ചെങ്കിൽ പക്ഷെ ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെന്നുണ്ടത് എങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേ കോൺസെപ്റ്റ് നിങ്ങൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ എത്രത്തോളം ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുമോ അതായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുക. സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത്ര ഈസി ആയിട്ട് ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. സോ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ ബയോളജി ക്ലാസ് എടുക്കുന്ന സമയത്ത്, ഞാൻ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും അവർക്ക് ലൈവായിട്ടുള്ള നമുക്കൊക്കെ അറിയുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയാം. അപ്പോൾ ലൈവായിട്ടുള്ള റിയൽ ലൈഫ് കേസസും ഡെയിലി ലൈഫ് കേസസ് ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് കണക്ട് ആവും. മാത്രമല്ല, അവർക്ക് ആ ഒരു കണക്ട് ആയതിലൂടെ അവർക്ക് എന്ത് ചെയ്യും, ഒരുപാട് പെട്ടെന്ന് ഒരു വലിയൊരു കോംപ്ലക്സ് കോൺസെപ്റ്റ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കിട്ടുമ്പോൾ എന്താവും, മെമ്മറിയിൽ അവിടെ നിൽക്കുകയും ചെയ്യും. സോ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ടീച്ചിങ് മെത്തേഡ് യൂസ് ചെയ്ത് കൊടുക്കുക. കാരണം എൻ്റെ റിയൽ ലൈഫിൽ ഞാനിപ്പം 10th +2 ബോർഡ് എക്സാംസിൻ്റെ ഒക്കെ സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യം, ഇപ്പം മാത്സിലൊക്കെ നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് പ്രോബ്ലംസ് എടുക്കാം. ആ പ്രോബ്ലംസ് എന്താക്കുക, ബുക്ക് അടച്ച് ചെയ്യുമ്പോഴായിരിക്കും എന്ത് മനസ്സിലാവും, ഇത് ഇവിടെ സ്റ്റക്കായല്ലോ, ഇതിന് ശേഷം ഞാൻ എന്താ അടുത്ത് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റക്ക് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ആയിട്ടില്ല എന്നുള്ള. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചിങ് മെത്തേഡ് ബേസിക്കലി യൂസ് ചെയ്യുക. സോ നമ്മളൊരു ടീച്ചർ ആവുന്ന സമയത്ത് അറിയാം, ആസ് എ ടീച്ചേഴ്സിന് പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ആക്ച്വലി നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, നമ്മൾ അവിടെ സ്റ്റക്കായി പോരുത്. നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇതെന്തേനി എന്ന് നമ്മൾ ആലോചിക്കുന്ന ഒരു കണ്ടീഷൻ വരരുത്. സോ ആ ഒരു ക്ലാരിറ്റി, അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കും. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നല്ലവണ്ണം രീതിയിൽ നിൽക്കും. ഇപ്പോൾ ഫെയ്മാൻ എന്താ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ കോംപ്ലക്സ് സയൻസിലുള്ള കോൺസെപ്റ്റുകളൊക്കെ ഇതേപോലെ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അത്ര കോംപ്ലക്സ് ടോപ്പിക്സിലായിരുന്നു ഫെയ്മാൻ ഒരുപാട് റിസർച്ച് ചെയ്തതും പഠിച്ചതും ഒക്കെ. അവർ ചെയ്തിരുന്ന ഒരു ലേണിംഗ് മെത്തേഡ് ആയതുകൊണ്ട്, ഒരു മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പാറ്റേൺ ആയിരുന്നു അത്. അങ്ങനെ അവർ ചെയ്തു, പിന്നീട് ഒരു ടെക്നിക്കായി മാറി, പിന്നെ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. സോ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ്, നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. സോ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, മാത്സിൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്. മാത്സിൽ ഞാൻ എനിക്ക് ഉണ്ടായ പെട്ടെന്ന്, ഇപ്പം നമ്മളൊരു കോൺസെപ്റ്റ് ഇങ്ങനെ പോകുന്നവർക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ള റീസൺ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ഈ ഡെയിലി ഹോംവർക്ക് കിട്ടുന്ന സാധനങ്ങൾ സ്കൂളിൽ എഴുതി വന്ന ഒരാളുടെ പേപ്പർ നോക്കി നേരെ ചെയ്തു. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ എനിക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയില്ല.
ഇത് എങ്ങനെയാ വന്നതെന്നോ എന്താ വന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. സെയിം ക്വസ്റ്റ്യൻ മേ ബി പിറ്റേന്ന് എക്സാമിന് വന്നാൽ എനിക്ക് കിട്ടൂല. കാരണം എന്താ, നമ്മൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ആ ഒരു സാധനം ഞാനൊന്ന് മാറ്റിയിട്ട് ഞാൻ പിന്നീട് ഹോംവർക്ക് സ്വന്തമായിട്ട് ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. സ്വന്തമായിട്ട് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാൻ. സോ അവിടെ തൊട്ട് എൻ്റെ ഗ്രാഫ് മാറി. അവിടെ തൊട്ട് എനിക്ക് ഈ സയൻസ് അല്ലെങ്കിൽ മാത്സിനോടുള്ള ആ ഇൻട്രസ്റ്റ് കൂടി. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും പറ്റാത്ത ക്വസ്റ്റ്യനും ഉണ്ടാവും. പറ്റാത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇരുന്ന് എങ്ങനെയാ അത് പറ്റുക എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സിനെ പിറ്റേ ദിവസം ഒന്ന് ടീച്ചറോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ചോദിച്ച് ആ ഒരു ക്ലാരിറ്റി വരുത്തി ചെയ്യുന്നതിലൂടെ ഒരൊറ്റ കാര്യം, ഹോംവർക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്ത്, ഇപ്പം കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു തോന്നും, ഹോംവർക്ക് കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നതോടുകൂടി തന്നെ എൻ്റെ ആ ഒരു ഗ്രോത്ത് എനിക്ക് വിസിബിൾ ആയി. സോ അതുകൊണ്ടാണ് ഞാൻ കുട്ടികളോട് പറഞ്ഞ, മാത്സിന്റെ കേസിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ആ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. സോ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വർക്കിംഗ് ആണ്. കാരണം ഞാനത് ചെയ്ത് വർക്ക് ആയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പറയുന്നത്. ആക്ച്വലി ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇത് ചെയ്ത് എനിക്ക് വർക്കായെങ്കിൽ മാത്രമാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കാറുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. സോ ബൈ.